ഇന്ന് കേരളത്തിൽ അത്തരം ഹിന്ദുത്വ ശക്തികൾക്ക്, വർഗീയ ശക്തികൾക്ക് ഒരു സീറ്റ് പോലും ഇല്ല ഇലക്ട്രിക് പൊളിറ്റിക്സിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിന്റെ ഒരു പരീക്ഷണശാലയായി ഈ തൃശൂർ ജില്ലയെയാണ് എടുത്തുയർത്തി വച്ചിരിക്കുന്നത് എന്ന് വാർത്തകൾ വായിക്കുന്ന, രംഗങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേ, എന്ത് വില കൊടുത്തും തൃശൂരിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ പക്ഷത്തുള്ള ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർവ്വ മനുഷ്യരോടും ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരിക്കലും തന്നെ ഇവിടെ വർഗീയ ശക്തികൾക്ക് ഒരു എൻട്രൻസ് കൊടുക്കുന്ന സമീപനം മതനിരപേക്ഷ പാർട്ടികളിൽ നിന്നുണ്ടാകാൻ പാടില്ല. പരസ്പരം മത്സരിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയുമെങ്കിൽ ജയിക്കണം, ജയിക്കാൻ കഴിയില്ല എങ്കിൽ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ആ ഹിന്ദുത്വ ശക്തികളെ തടയിടാൻ ഈ കേരളത്തിലേക്ക് ആ മലിനജലം വരാതിരിക്കാൻ, ആ വിഷപ്പുക വരാതിരിക്കുവാനുള്ള വിവേകം കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി